ഞാനുണ്ടാക്കിയിരിക്കുന്ന കപ്സ ബിരിയാണിയില്ലേ, ഇത് ഒന്നൊന്നര ഐറ്റം കേട്ടോ. നമ്മുടെ ബിഗിനേഴ്സിനായിക്കോട്ടെ ബാച്ചിലേഴ്സിനായിക്കോട്ടെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതിൻ്റെ ഒപ്പമില്ലേ ആ ABC സാലഡ് കൂടി വന്നാലില്ലേ പിന്നെ പറയേണ്ടതില്ല. അപ്പം നമുക്ക് കപ്സ ബിരിയാണിയിലേക്ക് പോകാം. ഹായ് ഹലോ, എല്ലാവർക്കും മോംസ് കിച്ചൺ ആൻഡ് ഫാൽമി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് എടുക്കാം. ഞാനിവിടെ 4 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മീഡിയം സവാള ആയതുകൊണ്ട് 4 എടുത്തിരിക്കുന്നത്. അതൊന്ന് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തുടം നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഉണങ്ങിയ ഒരു നാരങ്ങ, പിന്നെ ഒരു 2 ബേ ലീഫ്, കറുവപ്പട്ട, നമ്മുടെ ഗ്രാമ്പൂ, ഏലക്ക, ഇത്ര ഐറ്റംസ് എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുക്കർ ആദ്യം അടുപ്പത്ത് വെക്കാം കേട്ടോ. കുക്കർ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഉണ്ടെങ്കിൽ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണേ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാളയില്ലേ, ആ സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല തിളച്ച ഓയിലിട്ട് വയ്ക്കുമ്പോൾ ആ ഒരു സൗണ്ട് വരില്ലേ, നല്ല രസമല്ലേ കേൾക്കാൻ. അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റി എടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സവാള വേഗം വാടി വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/4 ടീസ്പൂണോടത്തോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഈ കപ്സ ബിരിയാണി ആരാ നാട്ടിലോട്ട് കൊണ്ടുവന്നെന്നറിയോ? നമുക്ക് മുന്നേ ഉള്ള പ്രവാസികളാണേ. നമ്മുടെ സവാളയൊക്കെ വാട്ടി കിട്ടിയിട്ടോ ആ കഥ പറഞ്ഞപ്പോഴേക്കും. ഇനി നമുക്ക് തക്കാളി അങ്ങിട്ടേക്കാം. തക്കാളി കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി വരട്ടെ. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബേ ലീഫും കറുവപ്പട്ടയും വെളുത്തുള്ളിയും ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി എടുക്കണം കേട്ടോ. ഞാൻ കുരുമുളക് എടുക്കാനായിട്ട് നേരത്തെ വിട്ടുപോയിട്ടോ, നിങ്ങളെ കാണിച്ചു തരാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഇത്ര ഐറ്റംസ് കൂടി വേണം. ഇതും കൂടി നമുക്കൊന്ന് എടുത്തു വെക്കണം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കറുവപ്പട്ടയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ സവാളയിലും തക്കാളിയിലും ഒക്കെ കിടന്ന് ഇതും കൂടി ഒന്ന് മിക്സായി വരട്ടെ. കപ്സ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിലേ ഒന്നൊന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം 1.5 കിലോത്തോളം വെയിറ്റ് വരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ കുക്കർ ഇത്തിരി ചെറുതായി പോയെന്നൊരു സംശയം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ. പിന്നെ കൂടുതൽ ഞാനിവിടെ 2-3 ഉരുളക്കിഴങ്ങ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോ ഉരുളക്കിഴങ്ങ് ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് 2 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഇട്ടിരിക്കുന്ന സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് കുക്കർ ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് 2 വിസിലടിക്കുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കർ തുറന്നു കഴിഞ്ഞപ്പോൾ ചിക്കൻ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇത്രത്തോളം വെന്തിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു പകുതി വേവോടത്തോളം എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ ഇരിക്കുന്നതല്ല കേട്ടോ. ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്ത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, എൻ്റെ കയ്യിലിരുന്നത് യെല്ലോ കളർ ക്യാപ്സിക്കം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തിരിക്കുന്നത്. അതും എടുത്ത് ഇതേപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 5-8 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ കപ്സ ബിരിയാണി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്.
ഈ എടുത്തു വെച്ചിരിക്കുന്ന ബൗളില്ലേ, ഇത് ഏകദേശം ഒരു വലിയ ഗ്ലാസ്, 2 വലിയ ഗ്ലാസ് വരും. അപ്പോൾ അത്രയും അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൗള് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്രത്തോളം വെള്ളമുണ്ട്. നമ്മൾ ഒരു തുള്ളി പോലും ഈ സമയത്തൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ബൗളിന് 2 ബൗള് അരി ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി ആ അരി കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പണി പാളി, അത് ഞാൻ പറയാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് ബസ്മതി റൈസാന്ന് പറഞ്ഞല്ലോ. അതിന് ഞാനിവിടെ 4 ഗ്ലാസ് ഇരട്ടി ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കണ്ടോ, ഞാൻ പണി പാളി എന്ന് പറഞ്ഞില്ലേ, ഇതാണ് പണി പാളിയത്. കാരണം കുക്കർ നമ്മുടെ നിറഞ്ഞു പോയായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ അതുപോലെ പച്ചമുളകും എല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതേ കണ്ടോ, കുക്കർ നന്നായിട്ട് നിറഞ്ഞു. ഇനിയിപ്പോൾ വേറെ രക്ഷയില്ല, വേറൊരു കുക്കറിലേക്ക് എടുത്ത് മാറ്റേണ്ടി വരും കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇതിങ്ങനെ തന്നെ എല്ലാം ഇട്ട് കൊടുത്ത്, ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സംഭവം കൂടി വേണം കേട്ടോ. ഞാനിതൊന്ന് കുക്കറിൽ നിന്ന് അടുത്ത കുക്കറിലേക്കൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. 2 പാത്രത്തിലായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി കേട്ടോ. സെയിം ഇതേപോലെ തന്നെ ഞാനെടുത്ത് മാറ്റി, ഒരു കണക്കിനാണ് മാറ്റിയത്. കാരണം ഇനി എന്തായി തീരുന്നു നമുക്ക് അറിഞ്ഞിടാമല്ലോ. ഞാൻ ഒപ്പം തന്നെ 3 ടീസ്പൂൺ കപ്സ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് 2 വിസിലടുപ്പിക്കാം കേട്ടോ. അതിനുശേഷം ഫുൾ എയർ പോയതിന് ശേഷം മാത്രം നമുക്ക് തുറക്കാം കേട്ടോ. ഇത് നമ്മുടെ കപ്സ ബിരിയാണി അങ്ങനെ റെഡിയായി. എന്താ പറയുക, ഞാനതിനൊപ്പം ഒരു ABCO സാലഡ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ABCO സാലഡ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവരൊന്ന് പറഞ്ഞാൽ മതിയേ. ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇത് പിന്നെ കഴിക്കാനായിട്ട് നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ കപ്സ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴില്ലേ, ചൂടാറിയതിന് ശേഷമായിട്ട് കഴിക്കേണ്ടത്. സംഭവം കിടുവായിട്ടോ. ഇനിയിപ്പോൾ ഇത് വേഗം ഒന്ന് തിന്നാൽ മതി, നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കഴിച്ചു തുടങ്ങി. എപ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. അതുപോലെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണൊന്ന് ഓണാക്കിയിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബായ്.